രാമേന്ദ്ര സാറേ, ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മാധ്യമങ്ങളിൽ വളരെ ആശങ്കയുള്ളൊരു വാർത്ത ആവർത്തിച്ച് വരുന്നുണ്ട്. അത് ഈ IS-ൻ്റെ പലയിടത്തായിട്ടുള്ള പൊട്ടിത്തെറികളും ആക്രമണങ്ങളുമാണ്. IS എന്ന പേരിലാണ് അവർ അവതരിച്ചതെങ്കിലും, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന പേരിലാണ് അവതരിച്ചതെങ്കിലും, അത് പിന്നീട് ലോകത്തിൻ്റെ മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് വേൾഡ് എന്ന് പറയാവുന്ന തരത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ തലവേദനയായിട്ട് വളർന്നതാണ്. ഇടക്കാലത്ത് ഈ ആൻറ്റി ടെറർ വാറിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും പുലർത്തിയ ജാഗ്രതയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒന്ന് ഒതുങ്ങിയതായി കണ്ടിരുന്നു. പക്ഷേ സമീപകാലത്ത്, പ്രത്യേകിച്ച് ഈ കൊല്ലം 2024 തുടർച്ചയായിട്ട് പല ഭാഗത്തായിട്ട് പൊട്ടിത്തെറിക്കുന്നത് കാണുന്നു. ഏറ്റവും ഒടുവിൽ നമ്മളത് കണ്ടത് ഒമാനിലെ പള്ളിയിലാണ്. ഒമാനിലെ ഷിയ പള്ളിയിൽ കയറി IS അതിഭീകരമായ ആക്രമണം നടത്തിയതിൻ്റെ വാർത്ത ആരൊക്കെ മൂടി വെച്ചാലും ലോകം ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ IS-ൻ്റെ തിരിച്ചുവരവ് എങ്ങനെയാണ് സാർ സംഭവിക്കുന്നത്? എന്താണ് അതിന് അനുകൂലമായൊരു ലോകം എങ്ങനെയുണ്ടാവും? IS-നെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ആഗോളമായ പോരാട്ടം നടന്ന് 2010 മുതൽ അത് ഒരു ശൈഥില്യത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അതെ. ഈ 2019 ഒക്ടോബർ 27 അബൂബക്കർ അൽ ബാഗ്ദാദി, സ്ഥാപകൻ, അതെ, അതിൻ്റെ സ്ഥാപകൻ ഈ ആത്മഹത്യ ചെയ്തതോടുകൂടി, ആത്മഹത്യയായിരുന്നു, കൊലപാതകമല്ല, ബോംബിട്ട് കൊന്നതോ അങ്ങനെയല്ല. ആ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് മറ്റേ അമേരിക്കയുടെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെയാണ് അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൂയിസൈഡ് വെസ്റ്റ് ഉണ്ടല്ലോ, ഈ ചാവേറുകൾ, ബെൽറ്റ് തന്നെത്താനെ മറ്റേ ആത്മാഹുതിക്ക് വേണ്ടി കരുതുമല്ലോ, ആ സൂയിസൈഡ് വെസ്റ്റ് കത്തിച്ചിട്ട് ആണ് അയാളും മരിച്ചത്. 3 കുട്ടികൾ മരിച്ചുപോയത്. പക്ഷെ ഒരു തുരങ്കത്തിൻ്റെ അകത്തായിരുന്നു. ആ സ്ഫോടനത്തിൽ തുരങ്കം തകർന്നു. അത് തുർക്കി അതിർത്തിയിൽ ഇദ്ലിബ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആ സംഭവമൊക്കെ നടന്നത്. ഏതാണ്ട് അമേരിക്കൻ പട്ടാളം കോർണർ ചെയ്ത സമയത്താണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. അതിങ്ങനത്തെ ആളുകൾ അങ്ങനെയാണല്ലോ, ലോകമാകെ പല ആളുകളുടെയും പേര് നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനെ ആത്മഹത്യ ചെയ്ത ആളുകൾ. അത് കഴിഞ്ഞ് ഇതിങ്ങനെ ഡോർമെൻ്റായിട്ട് ഉറങ്ങിയൊക്കെ കിടന്നതാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ ഇസ്ലാമിക് ഖൊറാസാൻ എന്ന് പറഞ്ഞൊരെണ്ണം, ISK എന്ന് പറയുന്നത്, അതിനെപ്പറ്റി പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് പോയവർ, കാസർഗോഡ് നിന്നൊക്കെയുള്ള ഒരു യുവതി, ക്രൈസ്തവ യുവതിയൊക്കെ മറ്റേ ലവ് ജിഹാദിപ്പെട്ട് കൊണ്ടുപോയി അവിടെ സിറിയയിലേക്കൊക്കെ പോയ കഥകൾ, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന്, ആറ്റുകാലിൽ നിന്ന് ഒരു യുവതി കാണാതായതൊക്കെ അവിടെയൊക്കെയാണെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ IS അത് ശരിക്കും ഈ ബാഗ്ദാദിയുടെ എന്നൊക്കെ പറയുന്ന അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഇക്കൊല്ലം, ഇത് ജനുവരി മുതൽ, ഇതിപ്പോൾ 3ാമത്തെ വലിയ സ്ഫോടനം ആണ് ഒമാനിൽ നടന്നത്. 1ാമത്തത് ഇറാനിൽ കർമാനിൽ ജനുവരിയിൽ 2 സ്ഫോടനങ്ങൾ നടന്നു. ഈ മാർച്ച് 22-ാം തീയതി മോസ്കോ കൺസർട്ട് ഹാളിൽ 140 പേര് കൊല്ലപ്പെട്ടു IS ആക്രമണത്തിൽ. അത് കഴിഞ്ഞും അതും IS-ൻ്റെ ആണ്. IS-ൻ്റെ ആദ്യം മോസ്കോ സമ്മതിച്ചില്ല, അവർ യുക്രൈൻ്റെ തലയിലേക്ക് വെക്കാനായിട്ട് നോക്കി. അത് കഴിഞ്ഞ് മറ്റേ മെയ് ആയി കഴിഞ്ഞപ്പോൾ അവരതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടു. അപ്പോൾ ആ 2 ആക്രമണങ്ങളിലും ഒക്കെ താജിക്കിസ്ഥാനിൽ നിന്നുള്ള ആളുകളാണ് ഈ IS-ന് വേണ്ടി ഇത് ചെയ്തതെന്നുള്ള വിവരം വന്നിട്ടുണ്ട്. ഒമാൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് എന്നാണ് സൂചനകൾ. അപ്പോൾ താജിക്കിസ്ഥാൻ്റെ ഇന്നത്തെ ഒരു ദരിദ്രാവസ്ഥ അതിൽ പ്രധാനമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ ഉപജീവന മാർഗമായിട്ട് പോലും IS-ൽ ചേരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ധാരാളമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. 2010 ഈ സിറിയയും ഇറാഖും ഖാലിഫേറ്റായിട്ട് ബാഗ്ദാദി പ്രഖ്യാപിച്ചിരുന്നു. ലോക നഗരങ്ങളിലൊക്കെ ആക്രമണം നടത്തുക എന്നുള്ളതൊക്കെ ലക്ഷ്യമായിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് പിന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യം ഇത് ചെയ്യുന്നത്.
മെയ് 24-നാണ് ഈ റഷ്യ ഈ മാർച്ചിൽ നടന്ന അക്രമം IS നടത്തിയതാണ് എന്ന് സമ്മതിക്കുന്നത്. പക്ഷെ അത് നടത്തിയ ദിവസം തന്നെ പലർക്കും ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ ഉറപ്പുണ്ടായിരുന്നു. അമേരിക്കയും അന്ന് പറഞ്ഞിരുന്നു. 20 വർഷത്തിൻ്റെ ഇടയ്ക്കുള്ള ഏറ്റവും ഭീതിതമായ IS ആക്രമണമായിരുന്നു അത്. റഷ്യയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളിലും ഏറ്റവും ഭീകരമായ ആക്രമണം ആയിരുന്നു. കാരണം അത് നോക്കുമ്പോൾ, അത് പഠിച്ചു വന്നപ്പോൾ ഇൻ്റർനെറ്റ് വഴിയാണ് ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്, ഏകോപിപ്പിച്ചത്. അക്രമത്തിന് വേണ്ട കാര്യങ്ങൾ, ആളുകൾ, ആയുധങ്ങൾ, ലോജിസ്റ്റിക്സ് എങ്ങനെയാണ് പോവുക എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ സജീവമായി നിന്ന ആളുകളാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മോസ്കോയിൽ അവരുടെ ചാരസംഘടന FSBയുടെ മേധാവി അലക്സാണ്ടർ ബോട്ട്നിക്കോവ് പറഞ്ഞു, ആക്രമണത്തിന് ശേഷം ഞങ്ങളിതിൽ നിന്ന് യുക്രൈനെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഈ ആക്രമണത്തിന് ശേഷം ഇവർ യുക്രൈൻ അതിർത്തി കടന്നാണ് പോയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കും വലിയ സംശയാസ്പദമായിട്ട് തോന്നുന്നതാണ്. അത് മാഷിൻ്റെ ഒരു ഊഹം പറയാം. കാരണം യുക്രൈൻ മോസ്കോക്കെതിരെ ISനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഉയരുന്നത്. സാധ്യതയുണ്ടോ? അത് മനസ്സിലൊന്ന് വെച്ചിട്ട് പ്രതികരിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ആക്രമണശേഷം യുക്രൈൻ അതിർത്തി കടന്നു. പിന്നെ മറ്റേ ഉക്രൈൻ്റെ പട്ടാള ഇൻ്റലിജൻസ് അതിന് ഇൻവോൾവ് ആണ് എന്നും ഈ റഷ്യൻ ചാരസംഘടനയുടെ മേധാവി പറഞ്ഞിരുന്നു. ഉക്രൈൻ്റെ പട്ടാളമൊക്കെ അതിൽ ഇൻവോൾവ് ആണെന്നുള്ളത്. അത് ക്രോക്കസ് സിറ്റി ഹാൾ, ഒരു ഹാളിലാണ് ആ ആക്രമണം ഉണ്ടായത്. എന്നിട്ട് ആ ഹോൾ കത്തിച്ചു ഈ IS ഭീകരന്മാർ. ഹോള് 4 അക്രമികളാണ് ഉണ്ടായിരുന്നത്. ആ 4 പേരും താജിക്കിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അഫ്ഗാൻ്റെ വടക്കൻ അതിർത്തിയിലാണ് ഈ താജിക്കിസ്ഥാൻ. ഇത് ശരിക്കും കുത്തുവാളെടുത്തിരിക്കുന്ന ഒരു രാജ്യമാണത്. സോവിയറ്റ് യൂണിയൻ 1991 വിഘടിച്ചു പോയ ശേഷം ഈ ജനുവരിയിൽ മറ്റേ ഇറാനിൽ നടന്ന അത് ഇറാൻ്റെ തെക്ക് കിഴക്കൻ നഗരമാണ് കർമാൻ. കർമാനിൽ ജനുവരി 3-ാം തീയതിയായിരുന്നു IS ആക്രമണം നടന്നത്. 2 ചാവേർ ബോംബാക്രമണങ്ങൾ അവിടെ നടന്നു. അത് ഖാസിം സുലൈമാനി, അതായത് ഇറാൻ്റെ ഖുദ്സ് ഫോഴ്സ്, അവരുടെ എലൈറ്റ് ഗാർഡ്സ്, അതിൻ്റെ മേധാവി ആയിരുന്നു ഈ ഖാസിം സുലൈമാനി. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലിൽ പങ്കെടുത്തിരുന്ന ചിത്രങ്ങളൊക്കെ വന്നിരുന്നു അന്ന്. ഈ ഖാസിം സുലൈമാനി അമേരിക്കൻ ബോംബാക്രമണത്തിൽ 2020 കൊല്ലപ്പെട്ടിരുന്നു. ആ കൊലപാതകത്തിനുള്ള പ്രതികാരം എന്നുള്ള നിലയ്ക്കായിരുന്നു ഈ ഇറാനിലുള്ള ആക്രമണങ്ങൾ നടന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രംപാണത് ചെയ്തത്. ട്രംപിൻ്റെ ഭരണകാലത്തായിരുന്നു ബോംബാക്രമണത്തിൽ ഈ സുലൈമാനി കൊല്ലപ്പെടുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ ചീഫും ആയിരുന്നു. അപ്പോൾ ടെഹ്റാനിൽ നിന്ന് 800 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ കർമാൻ. അവിടെ ഈ അബ്ദുള്ള തജീക്കി എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിലുള്ള ഈ IS അംഗമാണ് എന്ന് കണ്ടു. ഈ കിർമാനും അമേരിക്കൻ ഫോഴ്സിന്റെ താവളമോ അങ്ങനെ എന്തെങ്കിലും ആണോ? അമേരിക്കൻ ഫോഴ്സിന്റെ താവളമല്ല കർമാൻ, കാരണം ഇറാനാണല്ലോ. ഇറാനിലെ ഉപരോധം ഉണ്ടല്ലോ. ഇറാൻ്റെ ഫോഴ്സസ്, കാരണം ഇറാനെതിരെ ഉപരോധമുണ്ട് അമേരിക്ക. ഇറാൻ ജൈവ രാസായുധങ്ങൾ അമേരിക്കക്കെതിരെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ മുകളിലൊക്കെ ബോംബ് ചെയ്യുന്നത് അമേരിക്ക. അങ്ങനെ ബോംബ് ചെയ്തിട്ടാണ് അന്ന് സുലൈമാനി അവിടെ കൊല്ലപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഈ ഒമാൻ പള്ളി ആക്രമണം, അത് നമ്മൾ പറഞ്ഞതാണ്. ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അതെടുക്കാൻ സാധ്യതയില്ല, സത്യത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ IS ഗൾഫിൽ വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ ഭീഷണിയാണ്. അതിന് ചെറുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജനങ്ങളെ ജാഗ്രവത്താക്കുന്നത്? ഇത് പറഞ്ഞു കൊടുത്തിട്ടല്ല. അത് ആ ജോലി ചെയ്യുന്നില്ല മാധ്യമങ്ങൾ. അതിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരൻ ഭാഷ ജാൻ അലി ഹുസൈൻ എന്ന് പറഞ്ഞ ആളാണ്.
അത് എവിടുത്തുകാരനാണ് എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ആസിഫ് അബ്ബാസുമായിട്ട് നമ്മുടെ അവിടുത്തെ സ്ഥാനപതി അമിത് നാരംഗ് സംസാരിച്ചിരുന്നു. ഇങ്ങനെ നമ്മുടെ എംബസി ഇറക്കിയ ഒരു വിവരം മാത്രമേ ഇദ്ദേഹത്തിനെ പറ്റിയുള്ളൂ. ഒരുപാട് സെർച്ച് ചെയ്താലും ഈ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരനെ പറ്റിയിട്ട് അധികം വിവരങ്ങളില്ല. ഇന്ത്യ ഗവൺമെന്റ് സ്ഥിരീകരിക്കണം അല്ലേ? മറ്റേ എംബസി സ്ഥിരീകരിച്ചു സംസാരിക്കുകയൊക്കെ ചെയ്തല്ലോ. മറ്റേ ആശുപത്രി കിടക്കുന്ന ആളുകളെയൊക്കെ പോയി എംബസി ഉദ്യോഗസ്ഥർ കാണുകയും വേണ്ട ചികിത്സാ കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരായ 3 പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഒരാൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യും. ഇത്രയൊക്കെ ആയിട്ടും സാറേ എന്താണ് നമ്മുടെ മീഡിയ നോക്കി നിൽക്കുന്നത്? ഒരാളും നാഷണൽ മീഡിയയിലും ഇല്ല. അതെ, ഇങ്ങനെയുണ്ടോ? ഇതെങ്ങനെയാണ് ഒരു പ്രീണനത്തിന്റെ ഭാഗമാവുന്നത്? അത് പറയണ്ടേ? ഒമാൻ പോലെ ഒരു രാജ്യമാവുക, എത്രയോ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു. ഗൗല ആശുപത്രിയിലാണ് 3 ഇന്ത്യക്കാർ ചികിത്സയിലുള്ളത്. ഇത്രയൊക്കെ വിവരങ്ങൾ അവൈലബിൾ ആണ്. ശരി, ഇതിൽ എനിക്ക് തോന്നുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് IS തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ IS സജീവമായി മനുഷ്യരെ കൊല്ലാനും ആക്രമിക്കാനും നാട് ചുട്ടരിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതൊരു ആശങ്കയാണ്. അതായത് അവരിപ്പോൾ 2 മാസം കൂടുമ്പോൾ ഒരു ആക്രമണം എന്നുള്ള നിലയ്ക്ക് ഈ ലോക രാജ്യങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഗൾഫിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് IS. ഇതിൽ 2 കാര്യം IS വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സാർ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 3 ആക്രമണ പരമ്പര, ഇപ്പോൾ ഇറാനിലായാലും സോവിയറ്റ് യൂണിയനിൽ, ഇപ്പോൾ റഷ്യയിലായാലും, മൂന്നാമത്തേത് ഒമാനിലായാലും, ഈ 3 സംഭവങ്ങളാണ് സമീപകാലത്തെ ISന്റെ ഒരു രണ്ടാം വരവിനെ നമ്മൾ ഞെട്ടലോടെ കാണുന്നത്. അതിൽ 2 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ ഷിയ തീവ്രവാദവും സുന്നി തീവ്രവാദവും തമ്മിലുള്ള പോരാണ് ലോകസമാധാനത്തിന് ആധുനിക യുഗത്തിലെ ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ തർക്കമൊന്നുമില്ല. അത് പലപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് പോയിട്ടുണ്ട്. നീണ്ടു നിൽക്കുന്ന വലിയ തീവ്രവാദ പ്രവർത്തനം, അണ്ടർഗ്രൗണ്ട് പോരാട്ടങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇറാനിൽ ഇതിലിപ്പോൾ അവർ അന്ന് ഞാൻ വായിച്ചിരുന്ന ചില വാർത്തകൾ വെച്ച്, ഇപ്പോൾ ഇറാനെ അമേരിക്ക ആക്രമിക്കുമ്പോൾ, ഇറാനിൽ ട്രംപിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയെ ആക്രമിക്കുമ്പോൾ തിരിച്ചടിക്കാൻ ഇറാൻ എന്ന രാജ്യത്തിന് സാധിച്ചില്ല എന്ന അമർഷം ഉണ്ടായിരുന്നു അവർക്ക്. അമേരിക്കക്ക് വേണ്ട വിധം തിരിച്ചടി കൊടുക്കുന്നില്ല, അത് നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ നിരപരാധികളുടെ നെഞ്ചത്തെങ്കിലും പൊട്ടിച്ച് കാണിച്ചു തരാം. അതാണ് അതിൻ്റെ ഒരു നയം. അതാണ് ഒരു ഭരണകൂടത്തെ പേടിപ്പിക്കൽ കൂടിയാണത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ ഇറാൻ, ലോകത്തിലെ ഇപ്പോൾ എണ്ണപ്പെട്ട ഷിയ രാജ്യമായ ഇറാനെ, ലോകത്തിലെ ഏറ്റവും വലിയ സുന്നി തീവ്രവാദ പ്രസ്ഥാനം പോയി പേടിപ്പിച്ച അനുഭവമാണ് അത് തിരിച്ചും നമുക്ക് ആലോചിക്കാമല്ലോ. കാരണം ഷിയ രാജ്യമായ ഇറാനാണല്ലോ സുന്നികളായ ഹമാസിന് സാമ്പത്തിക സഹായം കൊടുക്കുന്നത്. അതെ, അത് നമ്മൾ കാണേണ്ടതാണത്. വല്ലാത്തൊരു അവസ്ഥയാണത്. ഈ ഹമാസിന് ഈ പ്രശ്നമുണ്ട് സാറേ. ഹമാസ് ഈ സുന്നി തീവ്രവാദ പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോഴും അവരുടെ ഒരു പ്രശ്നം ഇതാണ്. ഈ ഹമാസിൻ്റെ പിന്നിൽ ഷിയ തീവ്രവാദം എന്ന് പറഞ്ഞുകൂടെങ്കിലും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വന്നൊരു വഴിയുണ്ട്. അത് ഈ ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെ പ്രോഡക്റ്റാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിക് ബ്രദർഹുഡ് ഉണ്ടല്ലോ ഈജിപ്തിലെ, അവരുടെ പ്രോഡക്റ്റാണ്. ഈ നമ്മുടെ യാസർ അറഫാത്തിനും PLOക്കും എതിരായി, PLOയുടെ ഒരു തുടക്കത്തിലെ രാഷ്ട്രീയം വിട്ടവർ യാഥാർത്ഥ്യബോധത്തിലേക്ക് വരികയും ഈ ഓസ്ലോ കരാർ ഉൾപ്പെടെ അംഗീകരിക്കണമെന്നൊരു നിലപാടിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ 2 തീവ്രവാദവും ശക്തിപ്പെട്ട ഒരു ചിത്രമുണ്ട് ആ കാലത്ത്. ഇസ്രായേലിലൊരു ചിത്രം അതാണ്. ഓസ്ലോ കരാറിനെതിരായിട്ട് ഓസ്ലോ കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രിയെ ഇസ്രായേലിലെ ജൂത തീവ്രവാദി തന്നെയാണ് കൊന്നത്. ഓർമ്മയുണ്ടല്ലോ, എന്താണ് ഇഷ്തിയാഖ് എന്തായിരുന്നാലും പേര്, ആ പ്രധാനമന്ത്രി, എന്തായാലും ആ പ്രൈം മിനിസ്റ്ററെ കൊന്നത് ഷാപ്പിറോന്നോ, ആ പേര് ഞാൻ പറഞ്ഞത്. എന്തായാലും ആ പ്രധാനമന്ത്രി ഓസ്ലോ കരാറിൽ ഒപ്പുവെച്ചു. ഓസ്ലോ കരാർ അറിയാലോ. ഓസ്ലോ കരാർ അമേരിക്ക മുൻകൈ എടുത്ത് സ്ഥാപിച്ച ഒരു കരാറാണ്. ഇപ്പുറത്ത് യാസർ അറഫാത്ത്, അപ്പുറത്ത് റബീൻ. അപ്പോൾ അവർ 2 പേരും തമ്മിൽ ഒപ്പിടിക്കുന്നു. ബിൽ ക്ലിൻ്റൺ മധ്യസ്ഥം വഹിക്കുന്നു. അതൊരു വലിയ സമാധാന കരാറായിരുന്നു. അപ്പോൾ ആ കരാറിനെ പൊളിച്ചത് ഒന്ന് ഈ നമ്മൾ സിയോണിസ്റ്റ് തീവ്രവാദികൾ എന്നൊക്കെ പറയാവുന്ന, ഇപ്പോൾ അവരെ ഇസ്രായേൽ ഒതുക്കി നിർത്തി. ഇപ്പോൾ സിയോണിസം എന്ന് പറയുന്നൊരു സാധനം അതിൽ തലപൊക്കുന്നില്ല. കാരണം അത്ര ശക്തമായിട്ട് ആ ടെററിസത്തെ സ്വന്തം മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദമാണെങ്കിൽ പോലും രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി അടിച്ച് ഒതുക്കി നിർത്താൻ അവർക്ക് സാധിച്ചു. ഇപ്പുറത്ത് സാധിച്ചില്ല. ഇപ്പുറത്ത് ഈ ഹമാസ് വരുന്ന അങ്ങനെയാണ്. PLO സമാധാനത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നു, കരാർ ഒപ്പിടുന്നു, ഇസ്രായേലിനെ അംഗീകരിക്കുന്നു. ഇസ്രായേലിനെ അംഗീകരിച്ചാലല്ലേ ഫലസ്തീനെ അംഗീകരിക്കുകയുള്ളൂ.
അപ്പോഴല്ലേ ഒരു അതിർത്തി ഉണ്ടാവുള്ളൂ, അപ്പോഴല്ലേ സ്വതന്ത്രമായ 2 രാഷ്ട്രങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ അന്ന് ഹമാസിന് വളം കൊടുത്തത് ഇതുകൊണ്ടാണ്. അംഗീകരിക്കാൻ പാടില്ല, സമാധാനം അംഗീകരിക്കരുത്. ഇപ്പോഴും ഒരു ഉടമ്പടി ഒപ്പിടും സൗദിയായിട്ട് എന്ന് വന്നപ്പോഴാണല്ലോ ഈ ആക്രമണം ഒക്ടോബർ 7 നടന്നത്. അതാ ഒക്ടോബർ 7-ന്റെ പ്രശ്നം അത് വളരെ പ്രധാനമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പുതിയ സാഹചര്യം കൂടിയുണ്ട്. ഇറാനെ ഒരു ലോകത്തിലെ വലിയ ഷിയ ശക്തിയായിട്ട് ഇങ്ങനെ ഉയർത്തി കാണിക്കുക, എന്നിട്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അവരോട് അവരുടെ ആഭ്യന്തര കാര്യങ്ങളോടൊക്കെ നമുക്ക് വിയോജിക്കാം, പക്ഷേ സൗദി അറേബ്യ ഒരു വലിയ ശക്തിയായി, അതും പുതിയ ലോകത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സ്ട്രാറ്റജിക്കലി സൗദി അറേബ്യ സ്വീകരിച്ചൊരു നയം എന്താണെന്നറിയോ? ഇറാനോടും സമാധാനം പാലിച്ചു. അതെ, ഇറാന് കരാർ ഒപ്പിട്ടു. കണ്ടില്ല? അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു രാജ്യത്ത് ഒരു രാജ്യത്ത് പുരോഗതി വേണമോ സമാധാനം വേണം. ആ നയമാണല്ലോ. നമ്മളിപ്പോൾ തീവ്രവാദത്തോടെ എന്താണ് ഇന്ത്യ ഇത്ര ശക്തമായ നിലപാടെടുക്കുന്നത്? ആര് കാണിച്ചാലും, ഏത് കുരുത്തം കെട്ടോൺ കാണിച്ചാലും രാജ്യത്ത് സമാധാനം ഉണ്ടെങ്കിൽ അല്ലേ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവനെ അടിച്ചമർത്തി നിർത്തുക എന്ത് മതത്തിൻ്റെ പേരിൽ. അതാണ് ഇസ്രായേൽ കാണിച്ചൊരു വലിയ മാതൃക എനിക്ക് എന്നും തോന്നിയിട്ടുണ്ട്. ഒരാളുടെ ജീവൻ, ഒരു പ്രധാനമന്ത്രിയുടെ ജീവൻ എടുത്തെങ്കിൽ പോലും ആ രാജ്യം സമാധാനത്തോട്, തീവ്രവാദത്തോട് കൃത്യമായ നിലപാടെടുത്തു. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഇസ്രായേൽ നേടിയ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അവരുടെ തീവ്രവാദത്തെ ആദ്യം അമർത്തി നിർത്തി, എന്നിട്ട് നുഴഞ്ഞു കയറി വന്നിട്ട് അപ്പുറത്തുനിന്ന് വരുന്ന ഹമാസിനെ പിന്നെ വെറുതെ വിടാൻ പറ്റും. അതാണ് ഇപ്പോൾ അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാതൃകാപരമായ നിലപാട് അവർ സ്വീകരിക്കേണ്ട അക്കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യം, ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഒത്തതോടുകൂടി ഇവർ പേടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇറാനും സൗദി അറേബ്യ ഒത്തു കഴിഞ്ഞാൽ സുന്നി ഷിയ തർക്കം ഭൂമിയിൽ ഇല്ലാതായ പിന്നെ നമ്മളെവിടെ ചിലവാക്കും? അതാണുള്ള പ്രശ്നം. അപ്പോഴാണ് ഈ 2 കാര്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വായിക്കണം. ഒന്ന്, ഇറാനിൽ നടത്തിയ ആക്രമണം. രണ്ടാമത്തെ ആക്രമണം ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഒടുവിൽ നടന്നതാണ് ഒമാനിലെ പള്ളിയിൽ. ആലോചിച്ച് നോക്കൂ, ഒമാനിലെ പള്ളിയിൽ അന്ന് സാറു തന്നെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, 5% ഷിയാക്കളേ ഉള്ളൂ ഒമാനിൽ. സുന്നി നാടാണ്. സൗദി അറേബ്യയെ പോലെ തന്നെ സൗദി അറേബ്യയിൽ ഷിയാക്കൾ ഉണ്ടെങ്കിൽ കണക്കിലുണ്ടാവില്ല. ഷിയാക്കളുണ്ട്, വലിയ തോതിലുണ്ട്, കണക്കിലില്ല എങ്കിലും അത് ആഭ്യന്തരമായിട്ട് സ്വകാര്യമായിട്ട് ഇവർക്ക് വരും. വലിയ ഷിയ കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ ഒമാൻ അങ്ങനെയല്ല, ഓപ്പണാണ്. അവരുടെ ഒരു ഷിയ ദേവാലയം, അതും മസ്കറ്റിൽ, ഒമാൻ്റെ തലസ്ഥാനത്ത്, ലോകമെങ്ങുമുള്ള ആളുകൾക്ക് വന്നു പോകുന്നൊരു സ്ഥലം, അവിടെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ പൊട്ടിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ആ ന്യൂനപക്ഷമായ ഷിയാക്കളെപ്പോലും അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നാണ്. അതാണ്. അപ്പോൾ ഈ സുന്നി ഷിയ തീവ്രവാദം വലിയ തലവേദനയായിത്തീരും. റഷ്യയിൽ 2 നമ്പറുണ്ട്. പ്രധാനപ്പെട്ടൊരു കാര്യം, റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ സോവിയറ്റ് യൂണിയൻ്റെ അത്രത്തോളം ശക്തമല്ലെങ്കിലും ഇപ്പോഴും ലോകത്തിൽ സാമാന്യ ശക്തിയോടെ നിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. ആ റഷ്യ അയൽരാജ്യമായ ഉക്രൈനെ ആക്രമിക്കുന്നു. അപ്പോൾ റഷ്യൻ അധിനിവേശത്തിനെതിരായി, കമ്മ്യൂണിസ്റ്റ് അധിനിവേശത്തിനെതിരായി ചെറുക്കാൻ കെൽപ്പില്ലാത്ത ഉക്രൈൻ്റെ കൂടെ നിൽക്കുക. ഉക്രൈന് വേണ്ടി പോരാടാൻ ഞങ്ങളുണ്ട്. ആരുണ്ട്? ഇസ്ലാമിക തീവ്രവാദിയുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ. മാത്രമല്ല അതിനകത്തൊരു എത്നിക് ഇഷ്യൂ ഉണ്ടല്ലോ, എത്നിക് ഇഷ്യൂ ഉണ്ട്. ഇപ്പം ഞാൻ ആദ്യം ഒരു ചോദിച്ചിരുന്നല്ലോ, ഇവര് ഈ മോസ്കോ സിറ്റി ഹാളിൽ ആക്രമിച്ച ശേഷം, ആ കൺസർട്ട് ഹാളിൽ ആക്രമിച്ച ശേഷം ഉക്രൈൻ അതിർത്തിയിലേക്ക് പോയി എന്ന അവരുടെ ചാരമേധാവി മോസ്കോ പറയുന്നത് ശരിയായിരിക്കും? സാധ്യതയുണ്ട് സാർ, സാധ്യതയുണ്ട്. 2 കാരണം കൊണ്ട്. ഒന്ന്, അപ്പോൾ ഉക്രൈൻ IS-ന് വളം വെച്ചു കൊടുക്കുന്നുണ്ട് എന്ന് കരുതാം. എന്ന് വേണം കരുതാം. എന്തുകൊണ്ടും കരുതാം. കാരണം പലപ്പോഴും ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയാണോ സംഘർഷമുള്ളത് 2 തരത്തിൽ ഡിസ്ഗൈസ് ആയിട്ട് ചെയ്യാലോ. ഇപ്പോൾ ഉക്രൈൻ പോയിട്ട് ഉക്രൈൻ്റെ ഭാഗത്ത് മാത്രമല്ല, ഉക്രൈൻ സെലൻസ്കിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഏത് പിശാച് വന്നിട്ട് പുട്ടിനെ ആക്രമിക്കാമെന്ന് പറഞ്ഞാലും സ്വീകരിക്കും. അതാണ് നിലപാട്, അതാണ് അതിൻ്റെ സൗകര്യം. അപ്പോൾ മാത്രമല്ല അത് മതത്തിൻ്റെ ഒരു കളർ ഇല്ലാതെ പോവുകയും ചെയ്യും. 2ഉം മതപരമായി ഇപ്പോൾ അവർക്ക് എത്നിക് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ തന്നെയാണല്ലോ. 2 പ്രാദേശികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ഞങ്ങളിങ്ങനെ ദുർബലൻ്റെ കൂടെ നിൽക്കും എന്നൊരു മെസ്സേജ്, ദുർബലൻ്റെ കൂടെ നിൽക്കേണ്ടതുണ്ട് എന്ന് മെസ്സേജ് മുസ്ലിം വേൾഡിന് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിനാണ് തീവ്രവാദം എന്ന ഒരു മെസ്സേജ് കൊടുക്കുക. അപ്പോൾ ആ മെസ്സേജിൻ്റെ കൂടെ അറബ് രാജ്യങ്ങൾ നിൽക്കുന്നില്ല, സമ്പന്ന അറബ് രാജ്യങ്ങളൊന്നും നിൽക്കുന്നില്ല എന്നുള്ള മെസ്സേജ് കൊടുക്കുക. കാരണം IS-നെ ആദ്യം നിരോധിച്ച രാജ്യം സൗദി അറേബ്യയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ സാറ്? ബിൻ ലാദൻ സ്വന്തം പൗരനാണല്ലോ, അറേബ്യയുടെ സ്വന്തം പൗരനാണ്. ബിൻ ലാദനെ ആദ്യം പുറത്താക്കിക്കൊണ്ടാണ് ഈ താലിബാനെതിരായുള്ള വലിയ പോരാട്ടം അദ്ദേഹം ഈ അറേബ്യ തുടങ്ങിയത്. കാരണം ഇവർക്കൊക്കെ ആവശ്യമുള്ളൊരു കാര്യമുണ്ട്. അവരുടെ പറയുമ്പോൾ ഇപ്പോൾ സൗദി അറേബ്യൻ മുതലാളിമാർ ഇതൊക്കെ പറയുമ്പോഴും സൗദി അറേബ്യക്ക് അകത്തും പുറത്തുമായി നിക്ഷേപിച്ചിരിക്കുന്ന അറേബ്യൻ മൂലധനം, അറേബ്യൻ സമ്പത്ത് ഇവർക്ക് കിട്ടുന്നുണ്ട്. അതിൽ യാതൊരു തർക്കമില്ല.
അറേബ്യൻ മുതലുകൾ കിട്ടുന്നത്, അറേബ്യൻ മുതലാളിമാരും അറേബ്യൻ സമ്പത്തും ഇവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ സൗദി അറേബ്യ ഒരു ആസ് എ നേഷൻ ഇതിനെ അപലപിക്കുന്നുണ്ട്, തള്ളിപ്പറയുന്നുണ്ട്, കടുത്ത ശിക്ഷ കൊടുക്കുന്നുണ്ട്. പള്ളി ഇമാമുമാരെ ഓർമ്മയുണ്ട്, ഞാൻ സൗദി അറേബ്യയിലുള്ളപ്പോഴാണ് 4000 പള്ളി ഇമാമുമാരെ ഒരേ സമയത്ത് പിരിച്ചുവിട്ടു. കാരണം പള്ളിയുടെ മെമ്പറിൽ കയറി നിന്നിട്ട് ഈ വളരെ തീവ്രവാദം, സമർത്ഥമായി തീവ്രവാദം പറയും. അതൊക്കെ ചെയ്യും അവർ. അപ്പോൾ അതൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. പിന്നെ വേറൊരു മെസ്സേജും കൊടുക്കാൻ പറ്റും. അപ്പുറത്ത് റഷ്യയാണല്ലോ, അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യം, പഴയ കമ്മ്യൂണിസത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴുള്ള രാജ്യമാണല്ലോ. ആ രാജ്യത്തിനെ എതിരെ പൊട്ടിക്കാൻ ഞങ്ങളെ ഉള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം. അതാണ് ഒന്ന്. അതുപോലെ ഒമാനിൽ അപ്പോൾ IS ആക്രമണം നടത്തിയിരിക്കുന്നത് സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്കുള്ള മുന്നറിയിപ്പാണോ, ഭീഷണിയാണോ? അങ്ങനെ വേണം കരുതാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒമാനിൽ സാധ്യമാണെങ്കിൽ അറേബ്യയിലും സാധ്യമാണ് നിങ്ങൾ കരുതിയിരുന്നു എന്നാണല്ലോ അപ്പോൾ അതിൻ്റെ സന്ദേശം. മാത്രമല്ല 2 കാര്യമുണ്ട്. സൗദി അറേബ്യൻ ജനത സമ്പൂർണ്ണമായിട്ടും ഔദ്യോഗികമായി സുന്നി രാജ്യമാണ്. അതും പ്യൂരിഫൈഡ് സുന്നി എന്നാണ് അവർ പറയുക. സുന്നികളെ സംസ്കരിച്ച് അങ്ങനെ ഒരു രാജ്യമാണല്ലോ. അപ്പോൾ ആ രാജ്യത്തിൻ്റെ യഥാർത്ഥത്തിൽ രാജ്യത്തിനകത്ത് ഈ സുന്നി തീവ്രവാദ സംഘമായ ISന് അംഗീകാരം കിട്ടാത്ത കാലത്തോളം ഞങ്ങളിതാ ഒമാൻ ശുദ്ധീകരിക്കുന്നു. ഒമാനിൽ 5% ഷിയാക്കളേ ഉള്ളൂ. സൗദി അറേബ്യ പോയി ഇറാനോട് കരാർ ഒപ്പിടുന്നു. സൗദിയോട് പിടിച്ചു നിൽക്കാൻ പറ്റിയ കെൽപ്പുള്ള ഒരു ഷിയാ രാജ്യവുമായി നിങ്ങൾ കരാർ ഒപ്പിട്ട സ്ഥിതിക്ക് ഓർത്തോ, ഈ 5% മാത്രമുള്ള ഷിയാക്കളുള്ള ഒമാനിലെ പള്ളിയിൽ, ഒമാൻ്റെ തലസ്ഥാനത്തിൻ്റെ പള്ളിയിൽ ഞങ്ങൾ ഇത് ആക്രമണം. അവസാനം ഒരു ചോദ്യം കൂടി. ഈ താജിക്കിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ എയർഫോഴ്സിൻ്റെ 2 താവളങ്ങൾ അവിടെയുണ്ട്. ഇതുപോലെ തന്നെ ചൈനയുടെ പട്ടാളത്താവളങ്ങളും 2 അവിടെയുണ്ട്. ഗതികെട്ട രാജ്യമാണ്. അപ്പോൾ താജിക് പൗരന്മാരെ ഈ ISലേക്ക് ഇങ്ങനെ ആകർഷിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ വേറെ ഏതെങ്കിലും ഒരു ലോകശക്തി ഉണ്ടാവുമോ? ഇപ്പോൾ IS ഉയർന്നു വരാനുള്ള ഫണ്ട് ആരായിരിക്കും കൊടുക്കുക? ഈ സംഘർഷങ്ങളിലൊക്കെ ഒരു ഭാഗത്ത് ചൈനയുണ്ട് സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സംഘർഷങ്ങളിലൊക്കെ ഉണ്ട്. എവിടെയാണ് ഇല്ലാത്തത്? ഇപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സൂക്ഷ്മമായിട്ട് പല വാർത്തകളും പലയിടത്തും വന്നല്ലോ. ഇപ്പോൾ ഉക്രൈൻ്റെ സംഘർഷത്തിൽ ഇപ്പോൾ ഈ ഇഷ്യൂസിലൊക്കെ അമേരിക്ക പോലും പലപ്പോഴും അറച്ചു നിൽക്കുന്നത് പോലും, പല ലോക പ്രശ്നങ്ങളിലും അറച്ചു നിൽക്കുന്നത്. മാഷ് പറയുന്നത് ഇപ്പോഴത്തെ ഈ ISൻ്റെ ഈ ഉയർച്ചയുടെ പിന്നിൽ, ഈ ചലനങ്ങൾക്ക് പിന്നിൽ ചൈന ഉണ്ടാവണം എന്നാണ് ഞാൻ സംശയിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാവണം. കാരണം ആരുമില്ലാതെ അങ്ങനെ മുന്നേറാൻ പറ്റിയൊരു അവസ്ഥയല്ല. ആരുമില്ലാതെ മുന്നേറാൻ പറ്റില്ല എന്നുള്ളത് എനിക്കും ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. സാധ്യതയുണ്ടെന്ന് വേണം കരുതാൻ. പിന്നെ വേറൊരു കാര്യം സാറ് അതിനോട് നിലപാട് എന്താ എടുക്കുന്നത് എനിക്കറിയില്ല. ഈ സോവിയറ്റ് യൂണിയൻ ഉണ്ടായ കാലത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഇന്ത്യയും സൂക്ഷിക്കണം എന്നാണ്. യെസ്, അത് നമ്മൾ പറയേണ്ടതുണ്ട് കൃത്യമായിട്ടും. ഇന്ത്യയിൽ ഏതെല്ലാം തരത്തിലാണ് സാർ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ചൈനയുടെ ചലനങ്ങൾ അത്ര ആശാസ്യമാണോ? ഒട്ടുമല്ല. വളരെ കരുതലോടെ ഇരിക്കണം ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല ചരിത്രത്തിൽ ഇന്ത്യ തോറ്റ ഒരു യുദ്ധമല്ലേ ഉള്ളൂ. ആ ശക്തിയോട് ഇപ്പോഴും നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നു. ഇവിടെയും ഷിയാക്കൾ വടക്ക് പലയിടത്തും ഉണ്ട്. ഷിയാക്കളുടെ പള്ളിയും ഉണ്ട്. എല്ലാ കേന്ദ്രങ്ങളിലും ഏത് വഴി? അമേഠിയിലും ഉണ്ട്. അമേഠിയിലും ഷിയ പള്ളിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഈ ഇമാം ഹുസൈൻ്റെ സമയത്ത് ഹുസൈൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യ വിടണം എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. അപ്പോൾ എല്ലാ ആയുധങ്ങളും ഈ ഒമാൻ ആക്രമണത്തിൻ്റെ തലേന്ന് അമേഠിയിൽ ഇതൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് വിചാരിക്കാൻ മാത്രമുള്ള മൗഢ്യം നമ്മൾ കാണിച്ചുകൂടാ. ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ അത് ഓർത്ത് പറഞ്ഞത് അമേഠിയിലും ഉണ്ടെന്ന്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ ആയുധങ്ങളും, ചൈനയുടെ ആയുധങ്ങൾ സോഫ്റ്റാണ് സാർ എപ്പോഴും പറയാറുള്ളത് പോലെ. ഏറ്റവും വലിയ പവർ സോഫ്റ്റ് പവർ ആണല്ലോ. അപ്പോൾ ഇന്നലെ ഇസ്രായേലിൻ്റെ ആയുധത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്കൊന്ന് TG അത് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞു. ഈ ഇസ്രായേൽ കൊടുക്കുന്ന പുതിയ ആയുധങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടത്രേ. ആ ആയുധങ്ങൾ ആ മിസൈലുകൾ, ആ ബോംബുകൾ നിങ്ങൾ ആർക്കെതിരെ സെറ്റ് ചെയ്താലും ഇസ്രായേലിനെതിരെ ലോകത്തിൽ എവിടെയെങ്കിലും നിന്ന് അത് സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ നെഞ്ചത്ത് തിരിച്ചടിക്കുന്നത്. അങ്ങനെ സോഫ്റ്റ്വെയറാണ് അത്ര ഇത്. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ചൈന തീർച്ചയായിട്ടും ഒട്ടും കുറവല്ലല്ലോ. ഇസ്രായേലിനെ ഒപ്പമോ അതിനേക്കാൾ കൂടുതലോ വലിയ തോതിൽ മുന്നേറി കഴിഞ്ഞിട്ടുണ്ടല്ലോ ചൈന. ഇന്ത്യ എപ്പോഴും കരുതിയിരിക്കുക എന്നാണ്. ഒമാനിലെ പള്ളിയുടെ സ്ഫോടനം പോലും യഥാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കേണ്ടത് നമ്മുടെയൊക്കെ മനസ്സിലും ജാഗ്രതയിലുമാണ് എന്നാണ് ഈ ISISൻ്റെ പുതിയ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്.